പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. സ്നേഹത്തോടെ നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ കൂടെ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നല്ല തമ്പുരാനെ, ഈ ഒരു മണിക്കൂറിൽ ഈശോയെ ലോകം മുഴുവനെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അങ്ങ് വാഗ്ദാനം ചെയ്ത വലിയ കൃപകൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും നീ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച എല്ലാ വേദനകളെയും ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ അഭയം പ്രാപിക്കുമ്പോൾ ഒരിക്കലും നീ ഞങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഒരിക്കലും നീ ഞങ്ങളെ ഓരോരുത്തരെയും തള്ളിക്കളയുന്നില്ല. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശ്വാസം. ഈശോയെ, ഈ ഒരു മണിക്കൂറിൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ കൃപകളും ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്ന സമയമാണ്. ക്രിസ്തുമസിന് ഒരുക്കമായിട്ട് നമ്മെ തന്നെ ഒരുക്കുന്ന ഈ ഒരു കാലയളവിൽ നമുക്കറിയാം എപ്രകാരമാണ് തിരുക്കുടുംബം ഈ ഒരു വലിയ ആദ്യത്തെ തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങിയത്. പരിശുദ്ധ അമ്മ എപ്രകാരമാണ് ഈശോയെ ഉദരത്തിൽ വഹിക്കുവാനായിട്ട് ഒരുങ്ങിയത്. ഔസേപ്പിതാവ് എപ്രകാരമാണ് തൻ്റെ ജീവിതത്തെ ഈ ഒരു വലിയ തിരുനാളിനായിട്ട് ഒരുക്കിയത്. നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാകും, അതായത് ദൈവം കൂടെ വസിക്കുന്നവനാണ് എന്നുള്ള ഒരു വലിയ ചിന്ത ഗബ്രിയേൽ ദൈവദൂതൻ 2 പേർക്ക് നൽകുന്നുണ്ട്. അതായത് അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അതായത് കൂടെ വസിക്കുന്നവനായ ദൈവത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ ഹൃദയത്തിലെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ട് ലോകത്തിന് കൊടുക്കുവാനായിട്ട് എപ്രകാരമാണ് പരിശുദ്ധ അമ്മ ഒരുങ്ങിയത്. കാരണം ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരെ ഒരുക്കിയെടുത്തത് ദൈവവചനമാണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞത് ദൈവം എപ്പോഴും കൂടെ വസിക്കുന്നവനാണ്. അതായത് ഒറ്റയ്ക്ക് മാറി നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് ദൈവമക്കളുടെ കൂടെ സഹവസിക്കുന്നവനാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം പറഞ്ഞു, അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അതായത് ഈ വിശുദ്ധീകരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം 3-ാം ദിവസം അവർ തയ്യാറായിരിക്കണം. എന്തെന്നാൽ 3-ാം ദിവസം ജനം മുഴുവൻ കാണുക കർത്താവ് സീനായി മലയിൽ നിന്ന് ഇറങ്ങി വരും. അതായത് ദൈവജനത്തിൻ്റെ ഇടയിലേക്ക് ദൈവം ഇറങ്ങി വരുന്ന ഒരു അസുലഭ നിമിഷം. അതായത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന സമയത്ത് ദൈവം നമ്മുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു വലിയ അനുഭവം നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്ന കാര്യമാണ്. അതായത് ഇസ്രായേൽ ജനത്തിനൊരു വലിയ ബോധ്യം, ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഉടനീളം അവരനുഭവിച്ച കാര്യമാണ്. അവരെ ശുദ്ധീകരിച്ച് അവർ ദൈവത്തോട് അത്രമാത്രം ചേർന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവം കൂടെ നടക്കുന്ന ഒരു വലിയ അനുഭവം. ഇസ്രായേൽക്കാരുടെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ കണ്ട ജനതയാണ്. ചെങ്കടലിൻ്റെ മധ്യേ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ സമയങ്ങളിൽ കടലിനെ വിഭജിച്ച് അവരെ മറുകര നടത്തിയത് ദൈവമാണെന്ന് അവർ പൂർണ്ണമായി അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതാണ്. മരുഭൂമിയിൽ അവർ ചുറ്റും പൊള്ളുന്ന സമയത്ത് മേഘസ്തംഭമായും രാത്രിയുടെ യാമങ്ങളിൽ അഗ്നിയായും ഒക്കെ ദൈവിക സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തെ അവർ മനസ്സിലാക്കിയത്
കൂടെ വസിക്കുന്നവനായിട്ടാണ്. പക്ഷെ ഇതൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവർക്ക് മറന്നുപോയി എന്നുള്ളത് അവരുടെ വലിയ പോരായ്മയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളെയും നമ്മൾ നോക്കുമ്പോഴും ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇറങ്ങി വസിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ അതിനൊക്കെ നമ്മൾ വില കൊടുക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ, അതിന് മൂല്യമുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കൊരിന്ത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം പറയുന്നത്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്കാണ് നിങ്ങളെ വിളിച്ച സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതായത് ദൈവത്തിൻ്റെ കൂടെയുള്ള സഹവാസം, അതായത് കൂടെ വസിക്കുന്നവനായ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഓരോ ക്രിസ്തുമസിനായിട്ടുള്ള ഒരുക്കവും നമ്മളെ ഒരുക്കുന്നത് ഈ ഒരു വലിയ കാഴ്ചപ്പാടിന് വേണ്ടി. അതായത് ദൈവം ഇമ്മാനുവേലായി ചരിത്രത്തിൽ ഇറങ്ങി ഇന്നും ദൈവം നമ്മോട് കൂടെ വസിക്കുന്നത് ദിവ്യകാരുണ്യമായി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ ഒപ്പം ഇരിക്കാൻ, കൂടെ വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. അതായത് ഒരുമിച്ച് ഒരു മനസ്സോടെ കർത്താവിനോട് ചേർന്നിരിക്കുന്നവരുടെ ഇടയിൽ ദൈവിക സാന്നിധ്യം കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതായത് ദൈവം കൂടെ വസിക്കുന്നവനാണ്. നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം. അതായത് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ദൂരെ മാറി നിന്ന് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടവൻ. അതാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യാവതാരം. ദൈവം മനുഷ്യനായി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ കൂടെ വസിക്കാൻ, അവൻ്റെ സങ്കടങ്ങളിലും വേദനകളിലും അവൻ്റെ നൊമ്പരങ്ങളിലും പങ്കുചേർന്ന് അവനെ രക്ഷിക്കുവാനായിട്ട് അവൻ്റെ കൂടെ ഇറങ്ങി വന്നവനായ ആ ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹമാണ് നമ്മൾ തിരുപ്പിറവിക്ക് അനുസ്മരിക്കുക. അവിടെ ആ ഒരു തിരുനാളിലായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ദൈവം ആവശ്യപ്പെടുന്ന കാര്യം, ഇന്ന് നാളെയും ശുദ്ധീകരണത്തിൻ്റെ ദിവസമാണ്. നമ്മളൊക്കെ കുമ്പസാരിക്കാനായിട്ടൊക്കെ ഇടവക ദേവാലയങ്ങളിലും സ്ഥലങ്ങളിലും ഒക്കെ വൈദികരുടെ അടുത്തൊക്കെ നമ്മൾ പോകുന്നുണ്ട്. കുമ്പസാരം എന്ന കുദാശയിലൂടെയാണ് ദൈവത്തിൻ്റെ കരുണയുടെ കരുണയായ ഈശോയെ നമ്മൾ സ്വീകരിക്കുക. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. ആ ഈശോയെ നമ്മൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്നത് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു നല്ല കുമ്പസാരം നടത്തുവാൻ ദൈവത്തോട് ചേർന്ന് ഒരു നല്ല തീരുമാനമെടുക്കും. കർത്താവേ, നിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ആ ഒരു വലിയ മഹത്വം അത് തിരിച്ചറിയുന്നവനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ കൂടെ വസിക്കുന്നവനാണ് നീ കൂടെയുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ ബലമാണ്. ഇസ്രായേൽ ജനതയോട് ദൈവം അരുളി ചെയ്ത, പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത ഏറ്റവും മഹത്തായ ഒരു വലിയ സന്ദേശമായിരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നമുക്ക് സാധാരണ ഭയമൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ട്. എപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകും, നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ എനിക്ക് ഒരിടത്തും ഒരു ഹോളില്ല, ഒരു ബലമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോകും, അല്ലെങ്കിൽ എന്നെ ആരും നോക്കാനില്ല, ശ്രദ്ധിക്കാനില്ല, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായി നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം. അതിനുവേണ്ടിയാണ് നമ്മൾ എപ്പോഴും കൂടെ ആയിരിക്കുക. അവിടെ ദൈവം പറയുകയാണ്, മകനെ മകളെ, നീ ഭയപ്പെടേണ്ട, ആവശ്യമില്ലാതെ ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവർ, ഇത് മനുഷ്യാവതാരത്തിൽ ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനമാണെങ്കിൽ അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ഈ ഒരു വലിയ തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഈ ഒരു തിരുനാളിന് പ്രസക്തിയുണ്ടാണ്. അതായത് ഒരു ആഘോഷം എന്ന നിലയിൽ ഇത് ആഘോഷിച്ച് തീർക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായി ക്രിസ്തുമസ് നമുക്ക് തരുന്നത് ഇത് സ്വാർത്ഥതയുടെ ആഘോഷമല്ല, മറിച്ച് കൂട്ടായ്മയുടെ ആഘോഷമാണ്, സ്നേഹത്തിൻ്റെ ആഘോഷമാണ്. ഒറ്റയ്ക്കിരുന്ന് ആഘോഷിക്കുന്നൊരു ആഘോഷമല്ല, മറിച്ച് ഇത് നമ്മൾ ഒരുമിച്ച് നമ്മൾ കൂട്ടായ്മയിൽ ആഘോഷിക്കുകയാണ്. അതായത് കുടുംബമായിട്ട്, അല്ലെങ്കിൽ ഇടവകജനമായിട്ട്, ഒരു ക്രൈസ്തവ സമൂഹമായിട്ട്, ഒരേ ദേശത്ത് വസിക്കുന്ന എല്ലാവരും ചേർന്ന് ഒരുപോലെ ആഘോഷിക്കുക. ലോകമെമ്പാടുമുള്ള സകലരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് ക്രിസ്തുമസ്. കാരണം
സകല ജനത്തിനു വേണ്ടിയുള്ള സദ്വാർത്തയാണ് അവിടെ നമ്മൾ കാണുക. കുറച്ച് പേർക്ക് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സുവിശേഷമാണ് ഈശോയുടെ തിരുപ്പിറവി. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു തിരുനാളിനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ ചിന്തകളിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മുടെയൊക്കെ ഇടയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ്. നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ച് വെള്ളിമേഘങ്ങൾക്ക് അപ്പുറത്തിരുന്ന് നമ്മുടെ ജീവിതങ്ങളിലെ സങ്കടങ്ങൾ നോക്കി സന്തോഷിക്കുന്നവരല്ല, മറിച്ച് നമ്മുടെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഇമ്മാനുവേലായ ദൈവമാണ്. അപ്പോൾ അവിടെ ആ ദൈവത്തെ നമ്മൾ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ജീവിത വിശുദ്ധി. നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു വലിയ കൃപയാണ്. അത് ശുദ്ധീകരിക്കാനായി നമ്മളെടുക്കുന്ന ഒരു വലിയ പരിശ്രമമാണ് കുമ്പസാരമെന്ന കൂദാശയിലൂടെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക. നമ്മളെ തന്നെ മനസ്സിനെ ശരീരത്തെ ശുദ്ധീകരിച്ച് കർത്താവിനൊപ്പമായിരിക്കുമ്പോൾ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ കൃപയും അഭിഷേകവും ഒക്കെ ലോകമൊത്തിലുള്ള എല്ലാവരുടെയും ജീവിതങ്ങളിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും ലോകം മുഴുവനെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും നിയോഗങ്ങൾ സമർപ്പിച്ചവരെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ കർത്താവെ ഈ ഒരു വലിയ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവെ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ അവരുടെയും നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുപ്പിറവിക്കായിട്ടൊരുങ്ങുമ്പോൾ ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ നീ കൂടെ വസിക്കുന്നു, നീ ഞങ്ങളുടെ കൂടെ വസിക്കുന്നവനാണ് എന്നുള്ള വലിയ ബോധ്യത്തിൽ എന്നോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും വ്യക്തിപരമായ നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും ഇന്ന് നടക്കുന്ന ക്രിസ്മസ് ഒരുക്ക സായാഹ്ന കൺവെൻഷൻ്റെ സമാപന ദിവസത്തിൽ കൂടുതൽ അഭിഷേകത്തോടുകൂടെ ഈ തിരുനാളിലേക്ക് ഒരുങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ മാത്രം ആശ്രയിക്കുന്നു. ഈശോയെ ആരാധന, ആരാധന, ആരാധന. നന്ദിനെയും സ്തുതിക്കുന്നു, ആരാധന. ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന, എന്നുമെന്നും